മോദി വിരുദ്ധരുടെയും കേന്ദ്ര സർക്കാർ വിരുദ്ധരുടെയും ജിഹാദികളുടെയും സുഡുകളുടെയും തീവ്രചിന്താഗതിക്കാരുടെയും മൗദൂദികളുടെയും ചങ്ക് തകരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോ പുറത്തു വന്നിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊന്നും തന്നെ ഈ ഒരു വിഷയത്തെ, നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം വന്നിട്ട് ഇതൊന്നും വലിയ രീതിയിൽ ചർച്ച ചെയ്യാൻ പോലും നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളൊന്നും തയ്യാറല്ല എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയണം. അവരൊക്കെ തന്നെ മറ്റാരെയോ പ്രീണിപ്പിക്കാനുള്ള ഓട്ടത്തിലായതുകൊണ്ട് തന്നെ ഈ പ്രധാനപ്പെട്ട വാർത്തയൊന്നും അവർ ചർച്ചയാക്കില്ല എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയേണ്ടത് തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം, വളരെ ലേറ്റസ്റ്റ് ആയിട്ട് രാജ്യസഭയിലേക്ക് 12 സീറ്റുകളിൽ മത്സരം നടന്നിരുന്നു. അതിലൊന്ന് നമ്മളിൽപ്പെട്ട മലയാളിയായിട്ടുള്ള കേന്ദ്ര സഹമന്ത്രി ഈ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വാർത്തയൊക്കെ തന്നെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ആ 12 സീറ്റുകളിൽ 11 സീറ്റുകളിലും NDA വിജയിച്ചിരിക്കുന്നു. അതിൽ 9 ഭാരതീയ ജനതാ പാർട്ടി ഒറ്റയ്ക്ക് തന്നെ വിജയിച്ചിട്ടുള്ളതുമാണ് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയണം. ഈ 12 സീറ്റുകളുടെ റിസൾട്ട് പുറത്തു വന്നപ്പോഴാണ് നമ്മുടെ രാജ്യത്ത് ചരിത്രപരമായിട്ടുള്ളൊരു പുതിയ വാർത്ത വന്നിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2014 മുതൽ നമ്മുടെ രാജ്യത്ത് പ്രധാനമന്ത്രിയാണ്. ആ സമയം മുതൽ ഈ ഒരു വിഷയം നടക്കുന്നതിന് മുമ്പ് വരെ നമ്മുടെ രാജ്യത്തെ രാജ്യസഭയിൽ ഈ NDAക്ക് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിസൾട്ടുകൾ പുറത്തു വരുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി തിരഞ്ഞെടുക്കപ്പെട്ട സമയത്ത് ആദ്യമായിട്ട് നമ്മുടെ രാജ്യസഭയിൽ NDA കേവല ഭൂരിപക്ഷം നേടിയിരിക്കുന്നു. രാജ്യസഭയിൽ 245 അംഗങ്ങളാണ് ഉള്ളത്. ഇതിൽ 8 സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പൊ 119 സീറ്റുകൾ ഉണ്ടെങ്കിൽ കേവല ഭൂരിപക്ഷം നേടാൻ സാധിക്കും. ഇതിൽ 96 സീറ്റ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒറ്റക്കുണ്ട്. മറ്റ് NDAയുടെ ഭാഗമായിട്ടുള്ള മറ്റു ഘടകകക്ഷികളുടെ എണ്ണം കൂടി കൂട്ടുമ്പോൾ 121ലേക്കാണ് NDA സർക്കാർ എത്തി നിൽക്കുന്നത്. കേവല ഭൂരിപക്ഷം NDA സർക്കാർ രാജ്യസഭയിലും നേടിയിരിക്കുന്നു. ഇവിടെ നമ്മൾ പ്രത്യേകം ഓർക്കണം, 27 സീറ്റുകൾ മാത്രമാണ്, രാജ്യസഭാ അംഗങ്ങൾ മാത്രമാണ് കോൺഗ്രസിന് ഉള്ളത്. ഇന്നലകളിലൊക്കെ തന്നെ രാജ്യസഭയിൽ ബില്ല് പാസാക്കുന്നതുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദി സർക്കാരിനെ പിന്തുണച്ചിട്ടുണ്ടായിരുന്നത് AIDMK, YSR കോൺഗ്രസ് അതേപോലെയുള്ള പാർട്ടികളായിരുന്നു പുറത്തുനിന്ന് പിന്തുണച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇനി മുതൽ മുന്നോട്ട് NDAക്ക് തന്നെ കൃത്യമായിട്ടുള്ള കേവല ഭൂരിപക്ഷം നേടിയതിനാൽ പുറത്തു നിന്ന് ആരുടെയും സഹായം വേണ്ട. അപ്പോ വളരെ വ്യക്തമായിട്ടുള്ള വാർത്തയാണ്. രാജ്യസഭയിൽ കൃത്യമായിട്ട് NDAക്ക് കേവല ഭൂരിപക്ഷം നേടാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ നമ്മളൊക്കെ തന്നെ തിരിച്ചറിയേണ്ടത്. ഇത് പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും നിൽക്കാതെ 28 പേര് അല്ലാതെ തന്നെ രാജ്യസഭയിൽ ഉണ്ട് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയണം. ഇനി വഖഫ് ബോർഡ് ബില്ല് പോലെയുള്ള ഏതൊരു ബില്ലുമായിട്ട് രാജ്യസഭയിലേക്ക് നരേന്ദ്രമോദി സർക്കാർ NDA സർക്കാർ എത്തിക്കഴിഞ്ഞാൽ പുറത്തു നിന്ന് ആരുടെയും സമ്മതമില്ലാതെ ബില്ല് പാസാക്കാൻ സാധിക്കുമെന്നുള്ളതൊക്കെ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ സകല ആളുകളും തിരിച്ചറിയണം. ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടുതൽ കരുത്തോടെ നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് പോവാൻ സാധിക്കുമെന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് ഈ പുറത്തു വന്നിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തെ രാജ്യസഭയിൽ കേവല ഭൂരിപക്ഷം NDA നേടിയതിനെ കുറിച്ച് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾക്ക് ഒരു ചർച്ച നടത്താൻ പോലും സാധിക്കുന്നില്ല എന്നുള്ളത് സകല ആളുകളും ഗൗരവത്തിൽ തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അവർക്കൊക്കെ തന്നെ പലരെയും പ്രീണിപ്പിച്ചിട്ട് വേണമല്ലോ മുന്നോട്ട് പോവാൻ. ഈ ഒരു വാർത്തയൊക്കെ
കേരളത്തിലെ തീവ്ര ചിന്താഗതിക്കാരുടെയും സുഡുകളുടെയും മൗദൂദികളുടെയൊക്കെ നെഞ്ചത്ത് അടിയേറ്റതുപോലെയാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കൂടുതൽ കരുത്തോടെ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ഹൃദയമെടുപ്പും നെഞ്ചത്തടിയും ഒക്കെ ഏൽക്കുന്നത് ഇത്തരം തീവ്ര ചിന്താഗതിക്കാർക്കും മൗദൂദികൾക്കും സുഡുകൾക്കും ആയിരിക്കും എന്നുള്ളതിൽ ഒരു തർക്കവും തന്നെ ആർക്കും വേണ്ട. പിന്നെ നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലൊക്കെ എന്തൊക്കെയായിരുന്നു വിളിച്ചു പറഞ്ഞത്. റിസൾട്ട് വന്നിട്ട് പോലും കേവല ഭൂരിപക്ഷം നരേന്ദ്രമോദി സർക്കാർ നേടിയിട്ട് പോലും നരേന്ദ്രമോദി മൂന്നാമതും പ്രധാനമന്ത്രി ആയിട്ട് വരില്ല എന്നൊക്കെ എന്തൊക്കെയായിരുന്നു നമ്മുടെ മാധ്യമങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷമുള്ള വാർത്തയാ അതിനേക്കാൾ രസം. ഇനി ഘടകകക്ഷികളായിരിക്കും നരേന്ദ്രമോദി സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോവുക. നിതീഷ് കുമാർ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും, ചന്ദ്രബാബു നായിഡു മലമറിക്കും, അവർക്ക് ധനകാര്യ വേണ്ടി വരും, ഉപപ്രധാനമന്ത്രി വേണ്ടി വരും, എന്തൊക്കെ വാർത്തകളായിരുന്നു നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ കേരളത്തിൽ നിരന്തരം വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. യാതൊന്നും തന്നെ നടക്കാത്തത് കൊണ്ട് ഇപ്പോൾ ഒരൊറ്റൊരുത്തരും മിണ്ടുന്നില്ല. ഏതായാലും ആ സമയത്ത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയൊക്കെ അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ ഏതായാലും പ്രധാനമന്ത്രി ആയിട്ടൊക്കെ അംഗീകരിച്ചവര് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടുതൽ കരുത്തോടെ തന്നെയാണ് രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നത് എന്നുള്ള വളരെ മനോഹരമായിട്ടുള്ള വളരെ സന്തോഷകരമായിട്ടുള്ളൊരു വാർത്ത തന്നെയാണ്. NDA സർക്കാരിന് രാജ്യസഭയിലും കേവല ഭൂരിപക്ഷം നേടാൻ സാധിച്ചിരിക്കുന്നു. നിങ്ങളെ ഈ ഒരു സമയത്തൊക്കെ നമ്മുടെ മാധ്യമങ്ങൾ പറയാറുണ്ട്, പ്രത്യേകിച്ച് ഇവിടെ പ്രതിപക്ഷവും അതേപോലെ തന്നെ അവർക്ക് ശക്തമായി അതുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ സംവിധാനം കഴിഞ്ഞ കാലങ്ങളിൽ പോലെ ശക്തമായിട്ട് മുന്നോട്ട് പോകാനൊന്നും സാധിക്കുന്നില്ല എന്നൊക്കെ. എന്നാൽ അവരൊക്കെ തന്നെ നമ്മുടെ ദേശീയ മാധ്യമങ്ങളിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ കേരള പൊതുസമൂഹത്തിലേക്ക് എത്തിക്കാനിട്ടാ. പ്രധാനപ്പെട്ട IAS ഓഫീസർമാർക്കിടയിൽ പോലും വലിയ അഴിച്ചുപണികളാണ് നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ തന്നെ നമ്മുടെ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ അഴിച്ചുപണിയിലൊന്നും ഒരു നിതീഷ് കുമാറിനെയോ ഒരു ചന്ദ്രബാബു നായിഡുവിനോടോ സമ്മതം ചോദിച്ചിട്ടൊന്നുമല്ല നടത്തുന്നത് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയണം. ഡൽഹിയൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് IAS ഓഫീസർമാരുടെയൊക്കെ വലിയ രീതിയിൽ ഒരു അഴിച്ചുപണി തന്നെ നരേന്ദ്രമോദി സർക്കാർ ഈ അടുത്ത് നടത്തിയിട്ടുണ്ട്. മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അതിശക്തമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് പോകുന്നുണ്ട്. ഇനി ഏതൊരു ബില്ലും രാജ്യസഭയിലെത്തിയാൽ മറ്റൊരാളുടെ സമ്മതവുമില്ലാതെ നരേന്ദ്രമോദി സർക്കാരിന് NDA സർക്കാരിന് വളരെ വ്യക്തമായിട്ട് ബില്ലൊക്കെ പാസ്സാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെയൊക്കെ തന്നെ വളരെ വ്യക്തമായിട്ട് തിരിച്ചറിയേണ്ടത്.